അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 20-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നേരത്തെ റാവി മുറിഞ്ഞു പോയതുകൊണ്ട് അതിൽ വിവരിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും അങ്ങനെ മരുതകരാം മാലിക്കുന്നരതയിലൻ പ്രേമപ്പു മധുമലരേ ഈ വാക്കിൻ്റെ രഹസ്യമെന്താം അപ്പോൾ പദത്തിൽ തങ്ങളും വിരുത്തിയുങ്ങളും മഹിമയിലെന്നാവിറ്റാൽ ഉടനടി ചിന്താം. അങ്ങനെ സ്റ്റേജിലേക്ക് സ്വർണ്ണക്കസേരയിലേക്ക് മഹാനായ യൂസുഫ് നബി അങ്ങോട്ട് കൊടുന്നിരുത്തിയപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു, കനവുകളും എണ്ടാറ്റൽ ഫർഹില ചാറ്റി. ഇപ്പം പിന്നെ സ്വപ്നം കണ്ടത് അത് പൂർത്തിയായിട്ടുണ്ട്, പുലർന്നു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഇത് മാലിക് കച്ചവടക്കാരൻ മാലിക് കേട്ടു. മാലിക് ചോദിച്ചു, എന്താ കുട്ടിയെ മോനെ, മുത്തുമണിയെ, മാണിക്കക്കല്ലേ, ചക്കരെ, എന്താണ് ജി പറഞ്ഞ വാക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, അപ്പോൾ മതത്തിൽ തങ്ങളും വിരുത്തി ഉങ്ങളും മഹിമയിൽ എന്നാ വിറ്റാൽ ഉടനടി ചൊല്ലാം. വാക്കിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ മാലിക്കിനോട് യൂസുഫ് പറയാണ്, ഞാൻ നിങ്ങളെന്നെ ആർക്കെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ വിറ്റ ഉടനെ ആ വാക്കിൻ്റെ രഹസ്യം പറയാം. ഏതായാലും ചിന്തി പിന്നെ വിൽപ്പന സ്ഥലത്തടുത്താന് ഹരഹരബെൻ്റടിത്താന് അതിനാൽ തിങ്ങിയന്തേ താവളത്തിൽ ആൾപ്പെരുത്താന് കളിച്ചിരിയും മികത്താനേ. അങ്ങനെ സ്റ്റേജിലെല്ലാം അണിയിച്ചൊരുക്കി റെഡിയാക്കി എത്തിക്കണം. കട്ടൻ പൊങ്ങിച്ചിട്ടില്ല. പന്തലിൻ്റെ മധ്യത്തുയർത്തി തങ്കത്താൽ പലവിധ ചിത്തിരങ്കൊത്താൽ ഉറുസുടൻ മാനിതർ നേബിക്ക് എത്തിരുന്തറാഹത്താൽ വെത്ത് സർവരും പാർത്ത് നേശത്താൽ. അങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി സദസ്സിൻ്റെ മുമ്പിലെല്ലാം സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. മെയിൻ രാജാക്കന്മാരും അവരുടെ ഭാര്യമാരൊക്കെ മുമ്പിൽ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് സുലൈഖാന്ത ബോധിൽ സുന്ദരി സുലൈഖയോടൊത്ത് അരശരും കൂടെ നേശിത്ത് അടിമകളാരഭാരത്തോട കൂടി താളമേളത്ത് സഭയതിൽ ബന്ദ് ഘോഷിത്ത്. ബന്ദ് കയറി ചന്ദിര പ്രഭാമുഖം കണ്ട് വടിവുട അത്ഭുതം കൊണ്ട് അതിമതമാനവി പിന്നോർത്ത് മുൻമാനാമിനെയുണ്ട് മറ ഉട നീങ്ങിടയണ്ട്. സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തെ പോരലിൽ യൂസുഫിനെ കാണാൻ വന്നതിൽ അസീസ് രാജാവ് തന്നെ ഉണ്ടായിരുന്നു. അസീസ് രാജാവ് മാത്രം പരിവാരങ്ങളും അസീസ് തന്നെ അന്തം പൊട്ടിക്കണം. ഇപ്പോൾ രണ്ടാമത്തതിൽ പൊണ്ടാട്ടിയും പൊണ്ടാട്ടിയെ സുലൈഖാനെയും കൊടുത്തിട്ടാണ് അസീസ് കസേരൻ്റെ മുമ്പിൽ, സ്റ്റേജിൻ്റെ മുമ്പിൽ കസേരയിൽ ഇരിക്കണത്. സുബ്ഹാനല്ലാഹ്. മറ അതാ നീങ്ങുകയാണ്. യൂസുഫിനെ മുമ്പിൽ താഴ്ത്തിയിട്ട മറ അങ്ങോട്ട് പൊങ്ങിച്ചപ്പോൾ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അവിടുന്ന് സുലൈഖാൻ്റെ സമനില തെറ്റുകയാണ്. എന്താണ് സമനില തെറ്റാൻ കാരണമെന്നറിയുമോ? അണ്ടിഹിസും നീങ്ങിറാണിയാളുണർന്നീട്ടേ നബിയരെ കൈ കുതിച്ചിട്ടേ അമ്മത്തുകൾ ഹയ്യറായി മൈ കണ്ണിയെ കേറി പിടിത്തിട്ടേ കുറുസതിയിൽ ഇരുത്തിട്ടേ. സുലൈഖ മറങ്ങട്ട് നീങ്ങിയോടുകൂടെ പെട്ടെന്ന് കസരയിൽ നിന്നൊരു പൊങ്ങൽ ഡബർ പന്ത് വന്നപോലെ പൊങ്ങിയെന്ന് മാത്രമല്ല, പടച്ചോനെ, ഞാൻ മുമ്പ് കണ്ട ഭഗവാനെ, മുമ്പ് സ്വപ്നത്തിൽ കണ്ട സാധന ഇതാണല്ലോ, മുതൽ ഇതാണല്ലോ. അമത്തുകൾ വെള്ളാട്ടിമാർ സുലേഖ അവിടെ ഇരുത്തിട്ട് ഇരിക്കണില്ല. 2-3 ആൾ കൂടി പിടിച്ചവിടെ ഇരുത്തി കസേരയിൽ. കാരണം രാജാവിനെ
രാജാവ് തൊട്ടടുത്തുണ്ട്. ഇമ്മാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ രാജാവിനെ വഷളത്തരല്ലേ രാജാവിന്. അതുകൊണ്ട് അമത്തുകൾ വെള്ളാട്ടിമാർ സുലൈഖയെ അവിടെ 120 സ്പീഡിൽ പിടിച്ചിരുത്തിക്കണം. ഏതായാലും പണ്ടുറക്കിൽ കണ്ട പൂമാരനിതാണല്ലോ, ഇവരനിമാരനാണല്ലോ, മിസ്രതിൽ ബന്ധതും ഈ പൂമുഖത്തെ കാണുവാനല്ലോ, മണിമാശൂക്കിതാണല്ലോ. സുലൈഖ പറയണ ഇതന്നെയാണ് ഞാൻ ഉറക്കി കണ്ട പുതുമാരൻ, അല്ലാതെ അപ്പോഴത്തെ അസീസ് രാജാവല്ല. ഈ മുതലിനെയാണ് ഞാൻ കിനാവിൽ കണ്ടിരുന്നത്. അങ്ങനെ പെണ്ടി പോൽ വിണ്ടണീറ്റാടുത്തിരിക്കേട്ടെ, കനിന്തുളമിൽ രസിക്കേട്ടെ, മടവികൾ പിന്നെയും വാതുവിടിയെ പിടിത്തിരുത്തിയിട്ടേ, കമനിയിലോരുരത്തിട്ടേ. അടിമ സ്ത്രീകൾ സുലൈഖയെ പിടിച്ചമർത്തിയിരിക്കുകയാണ് കസാലിൽ നിന്ന് നീച്ചാനേക്കാതെ. പക്ഷെ സുലൈഖ പിന്നെ അത് 100 സ്പീഡിൽ ഇങ്ങോട്ട് പൊങ്ങിയിട്ട് ഞാൻ ആ മഷൂക്കിൻ്റെ എൻ്റെ മഷൂക്കാണത്, എൻ്റെ ഈ 24 മണിക്കൂറും എന്നെ പ്രശ്നത്തിലാക്കിയ ഞാൻ കനവിൽ കണ്ട എൻ്റെ പുതുമാരൻ ഇത് തന്നെയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലൊന്ന് പോയി ഇരിക്കട്ടെ, അതിനെങ്കിലും നിങ്ങളൊന്ന് അനുവദിക്കൂ എന്ന് വെള്ളാട്ടിമാരോട് പറയുന്നുണ്ടെങ്കിലും വെള്ളാട്ടിമാർ പിടിച്ചിരുത്തിയത് മാത്രമല്ല സുലൈഖയോട് പറയാണ്, മണ്ഡല രാജാക്കിയതിൽ വൈബുണ്ടതും അല്ല, അതിമതം കാട്ടിയാൽ എല്ലാവരും കാമപ്പിരാന്തെന്നൊത്ത് ഹസിക്കും മലർമുല്ല, പ്രമദ പോലെ കാട്ടല്ല. എന്താണ് നിങ്ങളിങ്ങനെ ആളുകളുടെ ഇടയിൽ വെച്ച്? രാജാവിനത് മോശത്തരല്ലേ? ഇനി നിങ്ങളതിനെ വാങ്ങിച്ചോളിയും, നിങ്ങളത് വാങ്ങിക്കോളിയും, എന്നിട്ട് കൊണ്ടുപോയിക്കോളിയും, എന്നിട്ട് എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പിന്നെ വെള്ളാട്ടിമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും എന്താണ് കവി ഇവിടെ പറയുന്നത്? അടുത്ത രംഗം ബഹുമാനപ്പെട്ട അന്തറോബ്ദി മുത്തുക്കോയത്തങ്ങൾ വിവരിക്കുകയാണ്. കാമിനിയാളോടമത്തുകൾ വില്ലേ, കാട്ടല്ലാത്ത തിര മാണിക്ക കല്ലേ, പൂമാളെ എന്തിനും ഉണ്ട് നയമ, പൊണമതാത് വഴി പോൽ നിതമ, നമ്മ പതിവി മികത്തെ അരശ, നാരി തലൈമരനായ അസീസ, കോമാനിൽ ചെന്ന് ഈ പടിമേയെ വേഗം, കൂശാതെ വാങ്ങിച്ച് തീർത്തോ നിമോഹം. അടിമ സ്ത്രീകൾ സുലൈഖാക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. വേഗം നിങ്ങൾ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ മാരനായിരിക്കുന്ന അസീസിനോട് വേഗം മന്ത്രിക്കൂ, ഈ കുട്ടിയെ മന്ത്രിക്കാരുടെ ചവിട്ടിൽ മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു. തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ കുട്ടിയെ നോക്കി ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് രാജാവ്. സുലൈഖ ഇവിടെ കാട്ടിക്കൂട്ടണമെന്ന് രാജാവ് ശ്രദ്ധിച്ചിട്ടില്ല. മെല്ലെ സുലൈഖ രാജാവിൻ്റെ അടുക്കലേക്ക് നീങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവായ അസീസിൻ്റെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞ് നമുക്ക് ഈ കുട്ടിനെ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവളുടെ വാക്ക് തട്ടാൻ ഒരിക്കലും രാജാവിന് കഴിയില്ലല്ലോ. നാഗത്താരുൾ എൻ്റെ മാരൻ അസീസ, നാദരിൽ ഉന്നിപാതി വാഴും രാജ, പാകനാഗരിക മുൻസ് പൂണ്ടേ അടിമേ, നമ്മൾക്ക് വാങ്ങണം ഇന്ത്യദിനമേ. രാഗരസം കേട്ട് ഉൾക്കാം ഇളകി, റാണിയിൽ സമ്മതം പൂവാലം നൽകി. സംഭവം എന്തായാലും സുലൈഖയുടെ ഇഷ്ടത്തിനൊത്ത് നീങ്ങുന്ന അസീസ് രാജാവ് സുലൈഖ പറഞ്ഞതനുസരിക്കാൻ തന്നെ പോകുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട കവി പറയുകയാണ്. നിരവധി കൊണ്ട് ഹസനായെന്നേ, നാമത്തിൽ സൗജത്ത് പിന്നെയും ഒന്നേ, അരവി മോളിന്തന്ന് രാജാവുലാമേ, അരുതുമൈ വാങ്ങൂല പ്രകടമാമേ. അസീസ് രാജാവിന് സുലൈഖയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഒരു അടിമ സ്ത്രീ, അല്ല ഒരു ഭാര്യയും കൂടി ഉണ്ടായിരുന്നു, ഹസനാകുന്നിരുന്ന അവളെ പേര്. ഓൾ അസീസ് രാജാവിനോട് പറഞ്ഞു, അസീസ് രാജാവിനോട് പറയണത് വാങ്ങിയാലേ കൊണ്ടാൻ വേണ്ടി തീരൂരട്ടില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയം അസീസ് രാജാവ് പറയുകയാണ്, തിരിഞ്ഞ് സുലൈഖാൻ്റെ കള്ളിയനക്ക് തേവി ചതിക്കും മുമദേ ശരിക്ക്, ശരിയെങ്കിലും ഈ സുലൈഖാൻ്റെ വാക്ക് തള്ളാനൊരു താക്കത്തില്ല എനിക്ക്.
പറഞ്ഞതൊക്കെ അസനാകുന്ന ആ ഭാര്യയുടെ പേര്. അസനാവിനോട് പറഞ്ഞു, അസന അജ്ജ് പറഞ്ഞതൊക്കെ കാര്യം തന്നെയാണ്, പക്ഷേ സുലൈഖാൻ്റെ വാക്ക് തള്ളാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വാങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അസീസ് രാജാവ് ഇനി ലേലത്തിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. ലേലമാണോ തൂക്കി വിൽക്കുകയാണോ എന്നറിയില്ല. ഏതായാലും ലേലം വിളി ആരംഭിക്കാൻ വേണ്ടി പോകുകയാണ്. ആ രംഗം മഹാനായ അന്തറോദി മുത്തുക്കോയ തങ്ങൾ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം അടുത്ത എപ്പിസോഡിൽ.